നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. സാഖ്യയോഗത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധമുഖത്ത് ഇതി കർത്തവ്യതാമൂഢനായി നിൽക്കുന്ന അർജുനൻ്റെ മാനസികാവസ്ഥയെ ഉദ്ധരിക്കാൻ ഭഗവാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് ശ്ലോകങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സാഖ്യയോഗക്രമത്തിലെ 45 ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തത് 46-ാമത്തെ ശ്ലോകമാണ്. വളരെ മഹത്തായ ഒരു ഉപദേശമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ അർജുനനും നമുക്കും നൽകുന്നത്. ഈ ശ്ലോകം ഒന്ന് ചൊല്ലാം. യാവാനർദ്ധ ഉദപാനേ യാവാനർദ്ധ ഉദപാനേ സർവതഃ സംപ്ലൂതോദകേ സർവതഃ സംപ്ലൂതോദകേ താവാൻ സർവേഷു വേദേഷു താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനദഃ ബ്രാഹ്മണസ്യ വിജാനദഃ. ഈ ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. യാവാൻ ഏതായാലും, യാവാൻ ഏതായാലും, അർത്ഥഃ ഉദ്ദേശം, ഉദ്ദേശം, ഉദപാനേ ജലത്തിൻ്റെ അല്ലെങ്കിൽ കിണർ, സർവതഃ എല്ലാവിധത്തിലും, സംപ്ലൂതഃ ഉദകേ സംപ്ലൂത ഉദകേ ഒരു വലിയ തടാകത്തിൽ, താവാൻ അനേകം, സർവേഷു എല്ലാത്തിലും, വേദേഷു വേദങ്ങൾ, ബ്രാഹ്മണസ്യ പരമമായ സത്യം മനസ്സിലാക്കുന്നവൻ, വിജാനദഃ പൂർണ്ണമായ അറിവുള്ളവൻ എന്നൊക്കെയാണ് ഈ ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. അതിനു മുൻപ് ഈ ശ്ലോകം ഒന്നുകൂടൊന്ന് ചൊല്ലാം. യാവാനർദ്ധ ഉദപാനേ സർവതഃ സംപ്ലൂതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനദഃ. ഉദപാനേ, ഉദപാനേ എന്നാൽ സ്നാനം, പാനം മുതലായ കാര്യങ്ങൾക്ക്, കുളി, ജപം മുതലായ കാര്യങ്ങൾക്ക്, സ്വൽപ്പജലമുള്ള കിണർ, കുളം മുതലായവയിൽ എന്നാണ് അർത്ഥം. ഉദപാനേ കുറച്ചു മാത്രം വെള്ളമുള്ള കിണർ, കുളം മുതലായവയിൽ. യാവാൻ അർത്ഥഃ, യാവാൻ അർത്ഥഃ എത്രത്തോളം പ്രയോജനമുണ്ടോ, ഇവിടെ അർത്ഥം പ്രയോജനം. യാവാൻ അർത്ഥഃ എത്രത്തോളം പ്രയോജനമുണ്ടോ, താവാൻ അതെല്ലാം, സർവതഃ സംപ്ലൂതോദകേ സർവതഃ എല്ലാ ദിക്കിൽ നിന്നും, സംപ്ലൂതോദകേ ജലം വന്നു ചേരുന്ന അതിവിസ്താരമുള്ള ജലാശയത്തിൽ, സമുദ്രത്തിൽ എന്നൊക്കെ അർത്ഥം. സർവതഃ സംപ്ലൂതോദകേ എല്ലാ ദിക്കിൽ നിന്നും ജലം വന്നു ചേരുന്ന അതിവിസ്താരമുള്ള ജലാശയത്തിൽ, യഥാഭവതി
എപ്രകാരമാണ് ഉണ്ടാകുന്നത്? ഏവം അപ്രകാരം തന്നെ സർവേഷു വേദേഷു വേദോക്തങ്ങളായ സകല കർമ്മങ്ങളിലും യാവാനർത്ഥ അതാതു കർമ്മഫലരൂപമായ പ്രയോജനമെത്രത്തോളമുണ്ടോ താവാൻ സർവ അഭി അതെല്ലാം വിജാനതഃ നിശ്ചയാത്മികമായി അല്ലെങ്കിൽ വ്യവസായാത്മികമായ ബുദ്ധിയോടുകൂടിയ ബ്രാഹ്മണസ്യ ബ്രഹ്മനിഷ്ഠന് ഭവതി ഉണ്ടാകുന്നു. സ്നാനപാനാദികൾക്ക് സ്വൽപ്പ ജലാശയങ്ങളായ കുളം, കിണറ് മുതലായവയെ കൊണ്ട് എത്രത്തോളം പ്രയോജനമുണ്ടോ അതെല്ലാം വലിയ ജലാശയത്തിൽ നിന്നും ഉണ്ടാകുന്നു. അതുപോലെ വേദോക്തങ്ങളായ കർമ്മങ്ങളെ കൊണ്ട് തങ്ങളുടെ കർമ്മഫലരൂപമായ പ്രയോജനം ഉണ്ടാകുന്നുവോ അതെല്ലാം ആത്മസ്വരൂപ നിശ്ചയമുള്ള ബ്രഹ്മനിഷ്ഠനും ഉണ്ടാകുന്നു. അതായത് ഒരു ചെറിയ കിണർ ജലത്തിൻ്റെ ഏത് ഉദ്ദേശവും നിറവേറ്റുന്നത് സ്വാഭാവികമായും ഒരു വലിയ തടാകം എല്ലാ അർത്ഥത്തിലും നിറവേറ്റുന്നത് പോലെയാണ്. വലിയ തടാകം അല്ലെ സമുദ്രം പോലുള്ള വലിയ ജലാശയം ആ കടമയെല്ലാം നിർവഹിക്കുന്നു. ഒരു കിണർ, കുളം മുതലായ ചെറിയ ചെറിയ ജലസ്രോതസ്സുകളിൽ നിന്ന് എന്തൊക്കെ പ്രയോജനമുണ്ടോ ആ പ്രയോജനങ്ങളെല്ലാം ഒരു വലിയ ജലസ്രോതസ് നിറവേറ്റപ്പെടുന്നുണ്ട്. അതുപോലെ പരമസത്യം ഗ്രഹിക്കുവാൻ എല്ലാ വേദങ്ങളുടെയും ഉദ്ദേശം അല്ലെങ്കിൽ പരമസത്യം ഗ്രഹിക്കുന്നവൻ എല്ലാ വേദങ്ങളുടെയും ഉദ്ദേശം നിറവേറ്റുന്നു. 1,00,000-ഓളം മന്ത്രങ്ങൾ വേദങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. 1,00,000-ഓളം മന്ത്രങ്ങളുണ്ട്. വിവിധങ്ങളായ ആചാരങ്ങൾ, പ്രാർത്ഥനകൾ, ചടങ്ങുകൾ, അറിവിൻ്റെ രത്നങ്ങൾ എന്നിവ ഈ ശ്ലോകങ്ങളിലൊക്കെ വിവരിക്കുന്നുണ്ട്. ഇവയെല്ലാം നൽകിയിരിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ്: ആത്മാവിനെ ദൈവവുമായി ഒന്നിപ്പിക്കാൻ സഹായിക്കുക. എല്ലാ വേദമന്ത്രങ്ങളുടെയും ലക്ഷ്യം ആചാരപരമായ പ്രവർത്തനങ്ങളിൽ ആത്മീയ ആചാരങ്ങൾ, ത്യാഗങ്ങൾ, അറിവ് വളർത്തൽ, കർത്തവ്യ നിർവഹണം, ആത്മാവിനെ ദൈവിക പാദങ്ങളിൽ എത്തിച്ചേരാൻ സഹായിക്കുക എന്നതാണ് എല്ലാ വേദമന്ത്രങ്ങളുടെയും പരമമായ ലക്ഷ്യം. എന്നിരുന്നാലും ഒരു ഔഷധ ഗുളികയെ കൂടുതൽ രുചികരമാക്കാൻ പഞ്ചസാര പൂശുന്നത് പോലെ ഭൗതിക ചിന്താഗതിക്കാരായ ആളുകളെ ആകർഷിക്കുന്നത് പോലെ വേദങ്ങളും ഭൗതിക ആകർഷണം നൽകുന്നു. ആത്മാവിനെ ക്രമേണ ലോകത്തിൽ നിന്ന് വേർപെടുത്താനും ദൈവത്തോട് അടുക്കാനും സഹായിക്കുക എന്നതാണ് അടിസ്ഥാന ലക്ഷ്യം. അങ്ങനെ മനസ്സിനെ ദൈവത്തോട് ചേർത്ത് വച്ചിരിക്കുന്ന ഒരാൾ എല്ലാ വേദമന്ത്രങ്ങളുടെയും ഉദ്ദേശം യാന്ത്രികമായി നിറവേറ്റുന്നു. ചെറുപ്പത്തിൽ നമ്മൾക്കെല്ലാം കളിപ്പാട്ടങ്ങളോട് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ വളർന്നപ്പോൾ വിവിധ ജീവിത സാഹചര്യം തേടി പോയപ്പോൾ പുതിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും പോലുള്ള കൂടുതൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളിൽ മിക്കവരും കളിപ്പാട്ടങ്ങളെ മറികടക്കുന്ന ഒരു സമയത്തിലേക്ക് വന്നു. തൽഫലമായി എത്ര വില കൂടിയ കളിപ്പാട്ടമായാലും എന്ത് സവിശേഷതയുണ്ടായിരുന്നാലും നമ്മൾ എല്ലാറ്റിനെയും
ഒരേപോലെ കണക്കാക്കുമെന്ന അവസ്ഥയിലേക്ക് മാറി. അതുപോലെ നമ്മുടെ ചിന്തകൾ ഉയർന്ന നിലവാരമുള്ളതായി കഴിഞ്ഞാൽ, അതായത് അവ നമ്മുടെ സ്വധർമ്മവും ആത്മീയ ചിന്തയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, നമുക്ക് സ്വാഭാവികമായും ബാഹ്യസുഖത്തിനും ആനന്ദത്തിനും വേണ്ടിയുള്ള അർത്ഥശൂന്യമായ ആഗ്രഹം ഉണ്ടാകുമെന്ന് ഭഗവാൻ നമ്മോട് പറയുന്നു. തൽഫലമായി ഈ ശ്ലോകമനുസരിച്ച് എല്ലായ്പ്പോഴും സമചിത്തത പാലിക്കുന്ന ഒരാൾ ഭൗതിക ലോകത്തെക്കുറിച്ച് അറിയുവാനുള്ളതെല്ലാം പഠിക്കുകയും അറിവിനെ മറികടക്കാൻ തുടങ്ങുകയും ചെയ്യും. ലൗകികമായ കെട്ടുപാടുകളിൽ നിന്ന് പിന്മാറാനും ഉന്നതങ്ങളിൽ സ്വയം സ്ഥാപിക്കാനും ഒരു പ്രത്യേക വിഭാഗം വ്യക്തികളെ സഹായിക്കുന്നതിന് വേദങ്ങളിൽ വിപുലമായ ആചാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും ആചാരങ്ങളുടെ ലക്ഷ്യം മനസ്സിലാക്കാതെ യാന്ത്രികമായി നടത്തിയാൽ പ്രയോജനമില്ല. ഒരു കർമ്മയോഗി തൻ്റെ മുഴുവൻ സത്തയും ആത്മീയ കാര്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആചാരങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഭഗവാനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുവാൻ ഭക്തർ മന്ത്രം ഉപയോഗിക്കുന്നു. ആത്മീയമായി പരിഗണിക്കുന്നതിന് ഒരു ജ്ഞാനി വേദങ്ങളുടെ അവസാന വിഭാഗമായ ഉപനിഷത്തുകളുടെ തത്വശാസ്ത്രവും പഠിക്കുന്നു. നമ്മുടെ ശ്രദ്ധ ആചാരങ്ങളുടെ പിന്നിലെ ലക്ഷ്യത്തിലായിരിക്കണം. എന്നാൽ ആചാരത്തിൽ മാത്രമല്ല, എല്ലാ ദൈവിക ഗ്രന്ഥങ്ങളുടെയും പ്രധാന ലക്ഷ്യം നമ്മെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക എന്നതാണ്. എന്നാൽ ആചാരങ്ങളിൽ നമ്മെ കുടുക്കുകയല്ല. ഫലം കാക്ഷിക്കാതെ ഈശ്വരനെ ആരാധിക്കുവാനായി കർമ്മം സമർപ്പിച്ചാൽ ഭോഗ സാധനങ്ങളൊന്നുമില്ലാതെ കർമ്മസന്യാസി എങ്ങനെ ശരീരയാത്ര നിർവഹിക്കും? എങ്ങനെ അവന് സുഖമുണ്ടാകുമെന്ന് ശങ്കിക്കാം. അതിനു സമാധാനമാണ് ഭഗവാൻ പറയുന്നത്. ലോകത്തിൽ എവിടെയുമുള്ള ഗംഗ, യമുന, ഗോദാവരി മുതലായ എല്ലാ നദികളിലും പുഷ്കരം മുതലായ പുണ്യതീർത്ഥങ്ങളിലും പ്രത്യേകം സ്നാന പൂജാദികൾ ചെയ്താൽ എത്രത്തോളം പുണ്യം ലഭിക്കുമോ അത്രയും പുണ്യം സമുദ്ര സ്നാനം കൊണ്ട് ലഭിക്കും. സമുദ്രത്തിൽ എല്ലാ നദികളും തീർത്ഥങ്ങളും അടങ്ങുന്നുണ്ടല്ലോ. അതുപോലെ ഋക്ക് മുതലായ വേദോക്ത കർമ്മങ്ങൾ കൊണ്ടും സാർവഭൗമാദി സ്ഥാനപ്രാപ്തി കൊണ്ടും എന്തൊരു ആനന്ദം ലഭിക്കുമോ അത്രയും ആനന്ദം ബ്രഹ്മജ്ഞാനിക്ക് ലഭിക്കുന്നു. ആനന്ദനിദാനം ബ്രഹ്മം. അതിൽ മർത്യാനന്ദം മുതൽ ബ്രഹ്മാവിൻ്റെ ആനന്ദം വരെയുള്ള 100 വിധം ആനന്ദം ഉൾപ്പെടുന്നു. അതുകൊണ്ട് കർമ്മസന്യാസം വഴി അന്ധക്കരണ ശുദ്ധിയും അതുവഴി ബ്രഹ്മജ്ഞാനവുമുണ്ടായാൽ വിഷയത്തിലുള്ള ആനന്ദം ആവശ്യമില്ലാതെയാകുന്നു. ബ്രഹ്മനാദത്തിൻ്റെ ചെറിയ അംശം മാത്രമേ മനുഷ്യർ മുതൽ ബ്രഹ്മാവ് വരെയുള്ളവർ അനുഭവിക്കുകയുള്ളൂ. ബ്രഹ്മാനന്ദമാകട്ടെ വാക്കിനും മനസ്സിനും വിഷയമല്ലാത്ത വിധം അവധിയില്ലാത്തതാകുന്നു. അതറിഞ്ഞ് ആനന്ദ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നവന് ക്ഷുദ്രമായ ആനന്ദത്തിൽ ആഗ്രഹം എങ്ങനെയുണ്ടാകും? കർമ്മസന്യാസിക്കു വിഷയസുഖത്തിൻ്റെ അഭാവത്തിൽ ദുഃഖമല്ല, നേരെ മറിച്ച്
നിരതിശയമായ സുഖമാണുണ്ടാകുന്നതെന്ന് ഉറപ്പിച്ചു പറയുന്നു. യാവാനർദ്ധ ഉദപാനേ സർവദഹ സംപ്ലൂതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ.